നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുമ്പോൾ ഈ ഒരു ഹോട്ടൽ ചെങ്കോട്ട എത്താൻ നേരം ഹോട്ടൽ ഹരിഹരൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ ബോർഡൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നല്ല ഹോട്ടലാണ്. നമ്മൾ നേരത്തെ ഓഫീസിലെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് വരുമ്പോൾ ഇവിടെ കയറുന്നൊരു കടയാണ്. അപ്പോൾ നല്ലൊരു ഷോപ്പ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള എന്തായാലും നല്ല ഫുഡും പൂരി മസാല ദോശ അതെല്ലാം ഐറ്റംസ് ആണ് നമ്മളവിടെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നേരെ സുന്ദരവാണ്ടിയിൽ എത്തിയിട്ടുണ്ട്. സുന്ദരവാണ്ടിനെ ശ്രദ്ധിക്കേണ്ട ഈ സൂര്യകാന്തി പല സ്ഥലത്തും പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണണമെന്നില്ല. അപ്പോൾ സുന്ദരവാണ്ടിയിൽ എത്തിയിട്ട് അവിടെ ആരെങ്കിലും ചോദിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരും. ഐക്കുടി അതുപോലെ കൈകാട്ടി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടേക്കാണ് സുന്ദരവാണ്ടിയിൽ എത്തിയിട്ടുള്ള ചെറിയൊരു സ്ഥലങ്ങളാണ്. അത് അവിടേക്കാണ് നമുക്ക് ജസ്റ്റ് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളേ ഉള്ളൂ കേട്ടോ. സൂര്യകാന്തി കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് റീൽസൊക്കെ ഫോട്ടോസ് എടുക്കാം. അതിന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് വേണ്ടി പോയത് കേട്ടോ. സേലം RR ബിരിയാണി ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ കുറച്ച് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ബോർഡർ ചിക്കൻ ഉണ്ട് ചെങ്കോട്ടയിൽ, അവിടെ കയറാനാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ വഴി തെറ്റി ഗൂഗിൾ മാപ്പൊക്കെ കാണിച്ച് ലാസ്റ്റ് ഇറങ്ങിയ റോഡ് ഇവിടെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഫുഡിൻ്റെ റേറ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണെന്ന് പറയാം. 230, ഒരു ചിക്കൻ ബിരിയാണി 230, പിന്നെ നാട്ടുകോഴി 300, നാട്ടുകോഴി ബിരിയാണി 304, ലൈം സോഡ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. ലൈം സോഡയ്ക്ക് 58 രൂപയായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ ലാസ്റ്റ് ക്യാൻസൽ ചെയ്ത് ബട്ടർ നാൻ ഒരെണ്ണം വാങ്ങിച്ച് 52 രൂപയായി. എന്തായാലും കുഴപ്പമില്ല, ഫുഡ് നല്ല ഫുഡായിരുന്നു. RR ബിരിയാണി എന്ന് പറഞ്ഞ് മേലേഗ്രാം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മേലേഗ്രാം എന്ന സ്ഥലമാണ്. ഫുഡ് നേരെ എത്തിയത് ഗുണ്ടൂർ ഡാം എന്ന് പറയും കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് വന്നിട്ട് 50 രൂപ. വണ്ടിക്ക് മാത്രം പൈസ കൊടുത്താൽ മതി, നമ്മുടെ കാറിന് പൈസ കൊടുക്കുക, അല്ലാതെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ പോയി നമുക്ക് അത്യാവശ്യം വെള്ളത്തിൽ കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ടൈമിംഗ്, ഡാമിൻ്റെ ടൈമിംഗ് വന്നിട്ട് 5 മണി വരെ ഉള്ളൂ. ഇപ്പം 5 മണി വരെയാണ് ടൈമിംഗ് വന്നത്. അവിടെ നമ്മൾ നേരെ പോകേണ്ടത് കുറ്റാലമാണ് കേട്ടോ. കുറ്റാലം പക്ഷേ ഇപ്പോൾ 24 മണിക്കൂർ ഓപ്പണാണ്. എൻട്രി ടൈമിംഗ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ക്ലോസ് ആവുന്നില്ല. കുറ്റാലം നമ്മൾ ഈ കാണുന്ന 5 ഫോൾസ് ആണ് കേട്ടോ. മെയിൻ കുറ്റാലത്തിനെക്കാട്ടിലും നമ്മൾ കുറച്ചൊരു 4 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെങ്കിൽ കുറ്റാലം 5 ഫോൾസ് ഉണ്ട്. അവിടെയാണ് കുറച്ചുകൂടെ തിരക്ക് കുറവ്. ഇത്ര ആൾക്കാരെ കാണാം കേട്ടോ. കുറ്റാലത്ത് ഇതിനെക്കാട്ടിലും വലിയ തിരക്കാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തത് നമ്മുടെ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് ഇത് റഹ്മത്ത് ബോർഡർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കട തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ഇവർക്ക് ടോട്ടൽ 3 കടയുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്, ഇതിൻ്റെ അകത്തൊരു കടയുണ്ട്. അപ്പോൾ 3 കടയിലെ തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഹൈപ്പാണ്, നമ്മളൊരു ആവറേജ് ഫുഡെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ചിരിക്കേണ്ട ഒരു കടയാണ്. നമ്മൾ തെങ്കാശിയിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം കയറി കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം സമയം 8 മണിയായിട്ട് 8 മണിക്ക് മുകളിൽ തിരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 ട്രിവാൻഡ്രം എത്താൻ പറ്റും കേട്ടോ.